നമ്മൾ ആദ്യം പോകുന്നത് ഈങ്ങാപ്പുഴയിലെ കൊലപാതക വാർത്തയിലേക്ക് തന്നെയാണ്. പ്രതിക്കായി പോലീസിന്റെ വ്യാപക തിരച്ചിൽ. കോഴിക്കോട് ഈങ്ങാപ്പുഴ കക്കാട് കുടുംബ വഴക്കിനെ തുടർന്നുണ്ടായ ആക്രമണത്തിൽ ഭർത്താവ് ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തി. യാസറാണ് ഭാര്യ ഷിബിലയെ വെട്ടിക്കൊന്നത്. ആക്രമണത്തിൽ ഷിബിലയുടെ മാതാവിനും പിതാവിനും പരിക്കേറ്റിട്ടുണ്ട്. പ്രതി യാസർ ബാലുശ്ശേരി എസ്റ്റേറ്റ് മുക്കിലെ പെട്രോൾ പമ്പിൽ നിന്നും 2000 രൂപയ്ക്ക് പെട്രോൾ അടിച്ച് പണം നൽകാതെ കാറുമായി കടന്നു കളഞ്ഞിട്ടുണ്ട്. യാസർ ഇതേ കാറിലെത്തിയാണ് ഇരു കൊലപാതകം നടത്തിയത്. അതേസമയം മറ്റൊരു പ്രധാനപ്പെട്ട വിവരം കൂടി വരുന്നു. പ്രതി യാസർ താമരശ്ശേരിയിൽ ഉമ്മയെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രധാന പ്രതി ആഷിഖിന്റെ ഉറ്റ സുഹൃത്തു കൂടിയാണ്. മിഥില ബാലൻ കോഴിക്കോട് നിന്നും ചേർന്നു. മിഥില, യാസറിനായുള്ള അന്വേഷണം വ്യാപകമായി തുടരുകയാണെന്ന് മനസ്സിലാക്കുന്നു. അതോടൊപ്പം ഒരു നിർണായക വിവരം കൂടി വരുന്നു. താമരശ്ശേരി ലഹരിത്തിമിർപ്പിൽ ക്യാൻസർ കഴിഞ്ഞ് ചികിത്സ തേടിയ മാതാവിനെ കൊന്നുകളഞ്ഞ കേസിലെ പ്രതിയുടെ ഉറ്റ സുഹൃത്തു കൂടിയാണ് യാസർ. അതായത് കുടുംബ തർക്കത്തിനപ്പുറത്തേക്ക് ഒരു ലഹരിത്തിമിർപ്പ് കൂടി ഈ കേസിൽ ഉണ്ടാകുമെന്ന അനുമാനത്തിന് കൂടുതൽ സാധൂകരണം വരുന്നു. എന്താണ് ഏറ്റവും പുതിയ വിശദാംശങ്ങൾ? സുഹേൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ബന്ധുക്കൾ ആദ്യം തന്നെ പറഞ്ഞൊരു കാര്യമാണ്, ഇത്തരത്തിൽ ഈ യാസർ ലഹരിക്കടിമയാണ്, ലഹരി ഇടപാട് നടത്തുന്നു എന്ന ഒരു ആരോപണം ബന്ധുക്കൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ആ ഒരു ആരോപണം ശരിവെക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ, അല്ലെങ്കിൽ ഫോട്ടോ ആണ്. അതായത് താമരശ്ശേരിയിൽ ഉമ്മയെ കൊലപ്പെടുത്തിയ ആഷിഖിന്റെ കൂടെ ഈ യാസർ നിൽക്കുന്ന ഫോട്ടോകളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ ഈ ബന്ധുക്കൾ ഉന്നയിക്കുന്ന ആരോപണം ശരി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. യാസർ ലഹരിക്ക് അടിമയെന്ന ആരോപണം ഇത് ഇന്ന് വൈകിട്ട് നോമ്പ് തുറക്കുന്ന സമയത്താണ് ഇത്തരമുള്ള ഒരു ദാരുണ സംഭവം ഉണ്ടായത്. ഈങ്ങാപ്പുഴ കക്കാടാണ് ഈ ഒരു സംഭവം. ഭാര്യയെയും ഭാര്യ മാതാവിനെയും പിതാവിനെയുമാണ് ആദ്യം വെട്ടിയിട്ടുണ്ടായിരുന്നത്. ഇത് ഈ ഒരു സന്ധ്യ സമയത്ത് വീട്ടിലേക്ക് കത്തിക്കൊണ്ടുവരുന്നു. എന്നിട്ട് ഭാര്യയെ വെട്ടുന്നത് തടയാൻ വന്നതായിരുന്നു ഭാര്യ മാതാവ് അബ്ദുറഹ്മാനും ഒപ്പം തന്നെ ഭാര്യ പിതാവ് അബ്ദുറഹ്മാനും ഭാര്യ മാതാവ് ഹസീനയും. ഇവർക്ക് രണ്ടുപേർക്കും വെട്ടേറ്റിട്ടുണ്ട്. ഇതിൽ പിതാവ് അബ്ദുറഹ്മാന്റെ പരുക്ക് അല്പം. ഇപ്പോൾ ഈ പ്രതി യാസറിനെ സംബന്ധിച്ച് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം എസ്റ്റേറ്റ് ബുക്കിലെ പെട്രോൾ പമ്പിൽ നിന്ന് 2000 രൂപയ്ക്ക് പെട്രോൾ അടിച്ച് കടന്നു കളഞ്ഞു എന്നുള്ളതാണ്. ഈ വഴി കേന്ദ്രീകരിച്ച് യാസർ ഈ പുറപ്പെട്ട റൂട്ട് കേന്ദ്രീകരിച്ച് തന്നെയാണ് പോലീസിന്റെ അന്വേഷണം. മറ്റെന്തെങ്കിലും നിർണായക തെളിവ് ഇപ്പോൾ യാസറിന്റെ ലൊക്കേഷനുമായി ബന്ധപ്പെട്ട് പോലീസിന് ലഭിച്ചിട്ടുണ്ടോ? സുഹേലെ, നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. യാസർ ബാലുശ്ശേരി എസ്റ്റേറ്റ് മുക്കിലെ പെട്രോൾ പമ്പിൽ നിന്ന് 2000 രൂപയ്ക്ക് പെട്രോൾ അടിച്ചു പണം നൽകാതെ കാറുമായി കടന്നു കളഞ്ഞു എന്ന ഒരു വിവരം തന്നെയാണ് പോലീസിന് ലഭിച്ചിട്ടുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ യാസറിനായുള്ള അന്വേഷണം ഇപ്പോൾ ഊർജിതമാക്കിയിട്ടുണ്ട്. മാത്രമല്ല പോലീസിന്റെ ഒരു മെസ്സേജ് എല്ലാ പോലീസ് സ്റ്റേഷനുകളിലേക്കും നൽകിയിട്ടുണ്ട്. 3 പേരെ വെട്ടിപ്പരിക്കേൽപ്പിച്ച് KL 574281 നമ്പർ ഗ്രേ കളർ ആൾട്ടോ കാറിലാണ് ഈ യാസർ രക്ഷപ്പെട്ടത്. ഈ കാറിന്റെ മുൻവശം ഗ്ലാസ് പൊട്ടിയിട്ടുണ്ട്. അതായത് ഈ ആക്രമണം നടക്കുന്ന സമയത്ത് അവിടെ നിന്നുള്ള ആളുകൾ തടയുന്നതിനിടെ ഈ കാറിൽ രക്ഷപ്പെടുന്നതിനിടെ ഇത്തരത്തിൽ കാറിന്റെ ചില്ല് തകർന്നിട്ടുണ്ട്. ഇത്തരത്തിൽ ചില്ല് തകർന്ന ഒരു കാറിലാണ് രക്ഷപ്പെട്ടത് എന്ന ഒരു സന്ദേശം പോലീസ് എല്ലാ സ്റ്റേഷനുകളിലേക്കും നൽകിയിട്ടുണ്ട്. ശരി, ആ കുടുംബ തർക്കത്തെ ഊട്ടിയത് ലഹരിയാണെന്ന നിഗമനത്തിന് സംശയത്തിന് കൂടുതൽ ബലം നൽകുന്ന സാധൂകരിക്കുന്ന കൂടുതൽ വിവരങ്ങളാണ് ഈങ്ങാപ്പുഴ കൊലപാതകവുമായി ബന്ധപ്പെട്ട് വരുന്നത്. ഭാര്യയെ കുത്തിക്കൊലപ്പെടുത്തിയ പിതാവിനെയും മാതാവിനെയും ആക്രമിച്ച കേസിലെ പ്രതി യാസർ നമ്മളേറെ ഞെട്ടലോടെ ഏറെ ആശങ്കയോടെ കേട്ടൊരു വാർത്തയായിരുന്നു. താമരശ്ശേരിയിൽ ലഹരിത്തിമിർപ്പിൽ മാതാവിനെ കൊലപ്പെടുത്തിയ കേസ്. ആ കേസിലെ പ്രതി ആഷിഖിന്റെ ഉറ്റ സുഹൃത്താണ് പോലീസ് ഇപ്പോൾ അന്വേഷിക്കുന്ന ഈങ്ങാപ്പുഴയിലെ കൊലപാതകി യാസർ എന്ന വിവരം കൂടി ഈ മണിക്കൂറിൽ വരുന്നു. മിഥില ബാലാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.